ഞാൻ +2 പഠിക്കുന്ന സമയത്താണ് പാലക്കാട് നൂർജഹാൻ ഹോട്ടലിൽ നിന്ന് എൻ്റെ അച്ഛൻ ആദ്യമായിട്ട് എനിക്ക് ചില്ലി ചിക്കനും പൊറോട്ടയും വാങ്ങിച്ചു തരുന്നത്. അന്ന് ചില്ലി ചിക്കൻ കഴിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം അതുവരെ ചിക്കനും കൊണ്ട് ഞാൻ ആകെ കഴിച്ചത് ചിക്കൻ കറിയാണ്. അന്ന് ഇതിന്റെ ടേസ്റ്റ് ഭയങ്കര വെറൈറ്റി ആയിരുന്നു. ഒരു പുളിപ്പും മധുരവും എല്ലാം കൂടി ചേർന്നൊരു വെറൈറ്റി ടേസ്റ്റ്. അന്ന് ഈ ചൈനീസ് ടേസ്റ്റ് ആണെന്നൊന്നും മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് പലയിടത്തുനിന്നും ചില്ലി ചിക്കൻ കഴിച്ചിട്ടുണ്ടെങ്കിലും എനിക്ക് ആ ഒരു ടേസ്റ്റ് ചില്ലി ചിക്കൻ കിട്ടിയിട്ടില്ല. പിന്നെ ഞാനിങ്ങനെ ആലോചിച്ച് നോക്കിയപ്പോഴാണ് അന്ന് ഉണ്ടാക്കിയ ചില്ലി ചിക്കനിൽ സവാള ഉണ്ടായിരുന്നില്ല, തക്കാളി ഉണ്ടായിരുന്നില്ല, അതൊന്നും ഇല്ലാത്ത ചില്ലി ചിക്കൻ ആയിരുന്നു. അപ്പൊ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അതേപോലത്തെ ഒരു ചില്ലി ചിക്കനാണ്, ഗ്രീൻ ചില്ലി ചിക്കൻ. അപ്പൊ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഞാനിതിൽ മാരിനേഷനാണ് ആദ്യം ചെയ്യുന്നത്. അതിൽ പെപ്പർ, സോൾട്ട്, അതുപോലെ തന്നെ കോൺഫ്ലവർ, 1 ടീസ്പൂൺ ഓയിലും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് ചിക്കൻ ബോൺലെസ് ആയിട്ടുള്ളത് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇതിൽ കോൺഫ്ലവറും എഗ് വൈറ്റും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത് നല്ല രീതിക്ക് ഒന്ന് മിക്സ് ചെയ്ത് ഒരു 30 മിനിറ്റ് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ ഇതിലേക്ക് വേണ്ട വെജിറ്റബിൾസ് ആയിട്ട് ഞാൻ കുറച്ച് ഇഞ്ചി നീളത്തിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്, വെളുത്തുള്ളി നീളത്തിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്, കുറച്ചധികം തന്നെ പച്ചമുളകും നീളത്തിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. 250 ഗ്രാം ചിക്കനാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാനൊരു പാൻ ചൂടാക്കിയിട്ട് അതിലോട്ട് ഒരു 2-2.5 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഒലിവ് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എനിക്ക് ഇഷ്ടമുള്ള റിഫൈൻഡ് ഓയിൽ, വെളിച്ചെണ്ണ യൂസ് ചെയ്യാവുന്നതാണ്. അത് ഞാൻ ഇതിലോട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ച് ചിക്കൻ മുഴുവൻ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നല്ല രീതിക്ക് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഈ ചില്ലി ചിക്കൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഇതിൽ ഗ്രീൻ ചില്ലിയുടെ ഫ്ലേവേഴ്സ് ആയിരിക്കും കൂടുതൽ. ബാച്ചിലേഴ്സിനൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു ടൈപ്പാണ്. കാരണം ഇത് സൈഡ് ഡിഷ് ആക്കാനൊക്കെ അടിപൊളിയാണ്. ചിക്കൻ ഒരു 4 മിനിറ്റ് ഫ്രൈ ആയതിനു ശേഷം ഞാൻ ഇതിലോട്ട് സോയ സോസ് 1 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, ടൊമാറ്റോ സോസ് 1 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, ചില്ലി സോസ് 1 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പണ്ട് ഇത് ഉണ്ടാക്കുന്ന സമയത്ത് ഈ സോസുകളൊന്നും ഈസിലി അവൈലബിൾ ആയിരുന്നില്ല. പക്ഷെ ഇപ്പം എല്ലാം എല്ലാ സൂപ്പർ മാർക്കറ്റിലും ഈസി ആയിട്ട് വില കുറച്ച് ചീപ്പായി കിട്ടുന്ന സോസുകളാണ് ഇതെല്ലാം. ചൈനീസ് ഡിഷിന്റെ മെയിൻ സോസുകളാണ് ഈ ചില്ലി സോസ്, ടൊമാറ്റോ സോസ്, അതുപോലെ തന്നെ സോയ സോസ് എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലോട്ട് അജിനോമോട്ടോ 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാൻ ഞാനിവിടെ ആഡ് ചെയ്യുന്നില്ല. ഇനി നമ്മുടെ മെയിൻ ഐറ്റം ആയിട്ടുള്ള ഒരു 6 പച്ചമുളക് നെടുകെ കീറിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഗ്രീൻ ചില്ലിയുടെ ഫ്ലേവർ ഇതിലോട്ട് നന്നായിട്ട് വരാൻ വേണ്ടി ഞാനിത് നല്ല രീതിക്ക് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ പച്ചമുളകെല്ലാം ഒന്ന് വാടി വന്നതിന് ശേഷം ഞാൻ ഇതിലോട്ട് നീളത്തിൽ അരിഞ്ഞു വെച്ച ഇഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഹൈ ഫ്ലെയിമിലായിരിക്കണം ഇതെല്ലാം ചെയ്യേണ്ടത്, ഇല്ലെങ്കിൽ ഈ ഇഞ്ചിയുടെ പച്ചമണം അതേപോലെ തന്നെ നിൽക്കും. ഇനി ഇത് നല്ല രീതിക്ക് ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കും. പച്ചമുളകും ഇഞ്ചിയും ഈ ചിക്കനും സോസും എല്ലാം കൂടെ നന്നായിട്ട് പിടിക്കണം. ഞാൻ അതിലോട്ട് വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞതും കുറച്ച് സ്പ്രിംഗ് ഒനിയനും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ല രീതിക്ക് ഒന്ന് ഇളക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചില്ലി ചിക്കൻ റെഡിയാണ്. അപ്പം നിങ്ങൾക്ക് ഇത് എല്ലാവർക്കും ഈസി ആയിട്ട് ഒരു 10 മിനിറ്റ് താഴെ ടൈം കൊണ്ട് ഉണ്ടാക്കാവുന്ന ഒരു ഐറ്റം ആണ്. അപ്പോൾ ഇത് നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. നമുക്ക് വെളുത്ത എള്ളുണ്ടെങ്കിൽ അതും കൂടെ ഇതിന്റെ മേലെ ഇട്ട് കൊടുത്താൽ ഭയങ്കര ഡെക്കറേറ്റീവ് ആൻഡ് ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നമ്മളെ കമന്റിലൂടെ അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം.